ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നാളത്തെ എക്സാമായ 6ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വളരെ വിശദമായിട്ട് ഒരു ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന മാക്സിമം ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഈ മാതൃകാ ചോദ്യ പേപ്പറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നമ്മളുടെ 3ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, ആദ്യത്തെ പ്രവർത്തനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? പ്രവർത്തനം ഒന്ന് വായിക്കാം, എഴുതാം ആണ്. നമുക്കൊരു ഗദ്യഭാഗം അല്ലെങ്കിൽ പദ്യഭാഗം തരും. അതിനോടനുബന്ധിച്ച് ചോദ്യങ്ങൾ ഉണ്ടാവും. ശരി ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതാൻ മാത്രമാണ് ഉണ്ടാകുക. ഈ ഒരു പ്രവർത്തനം ആരും മിസ്സാക്കരുത്. ഫുൾ മാർക്ക് തന്നെ വാങ്ങണം. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് ഇവിടെ ചോദ്യമായി കൊടുത്തിരിക്കുന്നത്. ചിലപ്പോൾ ഇത് വരില്ല, പുറത്തുനിന്നുള്ള ഏതെങ്കിലും ഗദ്യഭാഗമായിരിക്കാം വരുന്നത്. ഇത് പാഠഭാഗത്തിലുള്ള പാസേജ് തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം നിങ്ങൾക്ക് പാഠഭാഗവുമായി കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കും. അപ്പോൾ നമ്മൾ ഫോട്ടോഗ്രാഫി കുറിച്ചുള്ള പാഠഭാഗം നമ്മൾ വായിച്ചല്ലോ, അതിലൊരു ഭാഗമാണ്. നമുക്ക് വായിച്ചു നോക്കാം. ഫോട്ടോഗ്രാഫി വെറും കാഴ്ച പകർത്തുന്ന ഒരു കലയല്ല, സമൂഹത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാട്ടുന്ന ശക്തമായ മാധ്യമമാണ്. ഒരു നിമിഷത്തിൽ സംഭവിക്കുന്ന വേദനയും സന്തോഷവും അനീതിയും പ്രതീക്ഷയും ക്യാമറയുടെ കണ്ണിലൂടെ നിത്യമായി രേഖപ്പെടുത്താൻ ഫോട്ടോഗ്രാഫിക്ക് കഴിയും. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന സാമൂഹിക പ്രശ്നങ്ങൾ ഫോട്ടോകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ദാരിദ്ര്യം, ബാലതൊഴിൽ, പരിസ്ഥിതി നാശം, അഭയാർത്ഥികളുടെ ദുരിത ജീവിതം, വയോധികരുടെ ഒറ്റപ്പെടൽ എന്നിവ ഫോട്ടോകൾ വഴി സമൂഹത്തിൻ്റെ മുന്നിലേക്ക് എത്തുന്നു. ഒരു കുഞ്ഞിൻ്റെ വിശപ്പുള്ള കണ്ണുകളോ മലിനജലത്തിൽ കാൽമുക്കി നടക്കുന്ന ജനങ്ങളോ കണ്ടാൽ നമ്മൾ ചിന്തിക്കാതെ ഇരിക്കാനാവില്ല. അങ്ങനെ ഫോട്ടോകൾ മനുഷ്യൻ്റെ മനസ്സിനെ ഉണർത്തുന്നു. സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇത്തരം ചിത്രങ്ങൾ ലോകമെമ്പാടും എത്തുമ്പോൾ പ്രശ്നങ്ങൾ ചർച്ചാ വിഷയമാകുന്നു. ഭരണകൂടവും സമൂഹവും ഇടപെടാൻ നിർബന്ധിതരാകുന്നു. അതിനാൽ ഫോട്ടോഗ്രാഫി സാമൂഹിക മാറ്റത്തിൻ്റെ ഒരു ഉപാധിയാണ്. ഒരു നല്ല ഫോട്ടോഗ്രാഫർ സമൂഹത്തോട് ഉത്തരവാദിത്തമുള്ളവനായിരിക്കണം. സത്യം വികാരപൂർണമായി അവതരിപ്പിക്കുന്ന ഫോട്ടോകൾ സമൂഹത്തെ ചിന്തിപ്പിക്കുകയും മാറ്റത്തിനുള്ള വഴികളും തുറക്കുകയും ചെയ്യും. അപ്പോൾ ഫോട്ടോഗ്രാഫിയുടെ സാമൂഹിക പ്രതിബദ്ധത, ഇതേ കുറിച്ചിട്ടുള്ള ഒരു ലേഖനമാണ് നമ്മൾ വായിച്ചത്. അതിനോടനുബന്ധിച്ചുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ലേഖനപ്രകാരം ഫോട്ടോഗ്രാഫിയുടെ പ്രധാന ശക്തി എന്താണ്? ഒന്നാമത്തെ ഓപ്ഷനായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത് വിനോദം നൽകൽ, യാഥാർത്ഥ്യങ്ങളെ മറയ്ക്കൽ, സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ തുറന്നുകാട്ടൽ, സാങ്കേതിക പ്രകടനം. നിങ്ങൾക്കിതിൽ ഏറ്റവും അനുയോജ്യമായിട്ട് തോന്നുന്നതാണ്? നമ്മൾ വായിച്ച ലേഖനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫോട്ടോഗ്രാഫിയുടെ പ്രധാന ശക്തി എന്ന് പറയുന്നത് എന്താണ്? സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ തുറന്നുകാട്ടൽ. എന്താണ് സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ തുറന്നുകാട്ടൽ? ഓക്കെ, ഇനി അടുത്തത് 2ാമത്തെ ചോദ്യം. ഫോട്ടോകൾ വഴി സമൂഹത്തിന് ബോധ്യപ്പെടുന്ന പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ചോദ്യം മനസ്സിലാക്കണം. ഉൾപ്പെടുന്നത് എന്നല്ല ചോദിച്ചത്, ഉൾപ്പെടാത്തത് ഏതാണ്? അതായത് സമൂഹത്തിന് ബോധ്യപ്പെടുന്ന. അപ്പം നമുക്ക് എന്താണ് ആദ്യത്തെ ഓപ്ഷൻ? ദാരിദ്ര്യം ഫോട്ടോകൾ വഴി നമുക്ക് സമൂഹത്തിന് ബോധ്യപ്പെടുത്താൻ കഴിയില്ലേ? കഴിയും. ബാലതൊഴിൽ കഴിയും, പരിസ്ഥിതി നാശം കഴിയും. ഇവിടെ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, കായിക മത്സരം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. സാമൂഹിക മാധ്യമങ്ങൾ ഫോട്ടോകൾക്ക് നൽകുന്ന പ്രധാന ഗുണം എന്താണ്? ഒന്നാമത്തെ ഓപ്ഷൻ ചിത്രങ്ങളുടെ നിറം വർദ്ധിപ്പിക്കൽ, ചിത്രങ്ങൾ ലോകമെമ്പാടും എത്തിക്കൽ, ചിത്രങ്ങളുടെ വില കൂട്ടൽ, ഫോട്ടോഗ്രാഫറെ മറയ്ക്കൽ. അപ്പോൾ സാമൂഹിക മാധ്യമങ്ങൾ ഫോട്ടോകൾക്ക് നൽകുന്ന പ്രധാന ഗുണം എന്താണ്? ഓപ്ഷൻ ബി ആണ്, ചിത്രങ്ങൾ ലോകമെമ്പാടും എത്തിക്കൽ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ലേഖനപ്രകാരം ഒരു നല്ല ഫോട്ടോഗ്രാഫർ എങ്ങനെയായിരിക്കണം? പ്രശസ്തനാകണം, ധനികനാകണം, സമൂഹത്തോട് ഉത്തരവാദിത്തമുള്ളവനാകണം, മത്സരങ്ങളിൽ പങ്കെടുക്കണം. ശരിയായ ഉത്തരം എന്താണ്? സമൂഹത്തിനോട് ഉത്തരവാദിത്തമുള്ളവനായിരിക്കണം. ഓക്കെ, ഇനി അടുത്തത് 5ാമത്തെ ചോദ്യം. ഫോട്ടോകൾ സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രധാന മാറ്റം എന്ത്? സമയം കളയൽ, ചിന്ത ഉണർത്തൽ, വിനോദം മാത്രം, ചരിത്രം മാർക്കൽ. എന്താണ് ശരിയായ ഉത്തരം? സമയം കളയാനാണ് സമൂഹത്തിൽ ഫോട്ടോകൾ എല്ലാവരും കാണുന്നത്? എല്ലാം. നമ്മൾ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു ഫോട്ടോ ഇടുമ്പോൾ അതിന് ചുറ്റിപ്പറ്റി നമ്മുടെ ചിന്ത ഉണർത്തും അല്ലേ? അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം, ചിന്ത ഉണർത്തൽ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നോക്കാം.
പ്രവർത്തനം 2 നോട്ടീസ് തയ്യാറാക്കാനാണ്. എന്തിനെ പറ്റിയിട്ടാണ് നോട്ടീസ് തയ്യാറാക്കേണ്ടത്? നിങ്ങളുടെ സ്കൂളിൽ വിദ്യാർത്ഥികളുടെ ചിത്രങ്ങളും ഫോട്ടോകളും ഉൾപ്പെടുത്തി ഒരു ചിത്ര പ്രദർശനം സംഘടിപ്പിക്കാനിരിക്കുന്നു. നിങ്ങളുടെ സ്കൂളിൽ എന്താണ് ഒരു ചിത്ര പ്രദർശനം നടക്കുകയാണ്. ഈ പ്രദർശനത്തിൻ്റെ ലക്ഷ്യം, പ്രാധാന്യം, പങ്കെടുക്കുന്നവർ, സമയം, സ്ഥലം എന്നിവ വ്യക്തമായി ഉൾപ്പെടുത്തി എല്ലാവരും ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ ഒരു നോട്ടീസ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോട്ടീസ് ഔദ്യോഗിക ഭാഷയിലും ക്രമബദ്ധമായ രൂപത്തിലും ആയിരിക്കണം. അപ്പോൾ നമ്മൾ നോട്ടീസ് തയ്യാറാക്കുകയാണ്. അപ്പോൾ നമ്മൾ നോട്ടീസിന് എഴുതുക. നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ബോക്സിനുള്ളിൽ ഈ കാര്യങ്ങളൊക്കെ എഴുതണം. ഓക്കെ, അപ്പോൾ നമ്മൾ നോട്ടീസിന് എഴുതി. ഓക്കെ, എന്താണ് നോട്ടീസ്? ഇതെല്ലാം നോട്ടീസിനെ നമുക്കൊന്ന് സെൻട്രലായിട്ട് മധ്യഭാഗത്തായിട്ട് എഴുതാം. ഓക്കെ, നോട്ടീസിന് എഴുതി. എല്ലാ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ശ്രദ്ധയ്ക്ക് നമ്മുടെ സ്കൂളിൽ വിദ്യാർത്ഥികളുടെ കലാസൃഷ്ടികൾ പൊതുജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതിനായി ഒരു ചിത്ര ഫോട്ടോ പ്രദർശനം സംഘടിപ്പിക്കുന്നതായി സന്തോഷത്തോടെ അറിയിക്കുന്നു. വിദ്യാർത്ഥികളുടെ സൃഷ്ടിപരമായ കഴിവുകൾ വളർത്തുകയും കലാസ്വാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ പ്രദർശനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. വിദ്യാർത്ഥികൾ വരച്ച ചിത്രങ്ങളും മൊബൈൽ ക്യാമറയിൽ ഉൾപ്പെടുത്തിയ മികച്ച ഫോട്ടോകളുമാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, പ്രദർശനം ഇങ്ങനെ ബോക്സിൽ നിങ്ങൾ എന്തായാലും വരയ്ക്കണം കേട്ടോ. പ്രദർശനം 2025 ഫെബ്രുവരി 10 രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ വാക്യമായിട്ട് എഴുതാം, അല്ലെങ്കിൽ സമയം എന്ന് പറഞ്ഞിട്ട് 2025 ഫെബ്രുവരി 10 രാവിലെ 10 മണി മുതൽ, പിന്നെ സ്ഥലം സ്കൂളിലെ ഹാർട്ട് ഹാൾ, അങ്ങനെ എഴുതിയാലും മതി. ഓക്കെ, എല്ലാ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഈ പരിപാടിയിൽ പങ്കെടുത്ത് കുട്ടികളുടെ സൃഷ്ടിയെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പ്രിൻസിപ്പൽ. ഓക്കെ, എന്നിട്ട് സ്കൂളിൻ്റെ പേര് എഴുതുക, തീയതി എഴുതുക. ഇത്രയാണ് നമ്മൾ നോട്ടീസിന് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി പ്രവർത്തനം ഒരു അഭിപ്രായ കുറിപ്പ് എഴുതാനാണ്. മൂന്നാമത്തെ പ്രവർത്തനമാണ് ഫോട്ടോഗ്രഫി. ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും കൂട്ടിയിണക്കുന്ന കണ്ണിയാണ്. നിങ്ങളുടെ അഭിപ്രായം എഴുതാനാണ്. ഫോട്ടോഗ്രഫി ഒരു നിമിഷത്തെ സ്ഥിരമായി പകർത്തി വയ്ക്കുന്ന ഒരു കലാരൂപമാണ്. ഫോട്ടോഗ്രഫി എന്ന് പറഞ്ഞാൽ ഒരു നിമിഷത്തെ സ്ഥിരമായി പകർത്തി വയ്ക്കുന്ന ഒരു കലാരൂപമാണ്. ഒരു ഫോട്ടോ നോക്കുമ്പോൾ അതിൽ കാണുന്ന കാഴ്ച മാത്രമല്ല, ആ കാലഘട്ടത്തിൻ്റെ ജീവിത രീതികളും വികാരങ്ങളും സാമൂഹിക സാഹചര്യങ്ങളും നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇപ്പോൾ ഒരു പണ്ടത്തെ കാലത്തെ ഫോട്ടോ കാണുമ്പോൾ നമുക്കതൊരു കാഴ്ച മാത്രമല്ല, ആ കാലഘട്ടത്തിലെ വീടുകളുടെ സ്ഥിതി, പറമ്പിൻ്റെ സ്ഥിതിയൊക്കെ നമുക്ക് മനസ്സിലാക്കും അല്ലേ. അപ്പോൾ ഒരു ഫോട്ടോ നോക്കുമ്പോൾ അതിൽ കാണുന്ന കാഴ്ച മാത്രമല്ല, ആ കാലഘട്ടത്തിൻ്റെ ജീവിത രീതിയും വികാരങ്ങളും സാമൂഹിക സാഹചര്യങ്ങളും നമുക്ക് തിരിച്ചറിയാൻ കഴിയും. വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത ഒരു ഫോട്ടോ ഇന്ന് നോക്കുമ്പോൾ അന്നത്തെ കാലം നമ്മുടെ മുന്നിൽ ജീവിക്കുന്നത് പോലെ തോന്നും. അങ്ങനെ ഫോട്ടോ ഭൂതകാലത്തെ വർത്തമാനകാലത്തിൽ കൊണ്ടുവരുന്നു. ചരിത്ര സംഭവങ്ങൾ, സാമൂഹിക മാറ്റങ്ങൾ, മനുഷ്യരുടെ ജീവിതശൈലി എന്നിവയെല്ലാം ഫോട്ടോകളിലൂടെ മനസ്സിലാക്കാം. നമ്മൾ അന്ന് ശ്രദ്ധിക്കാതെ പോയ ചെറിയ സംഭവങ്ങളും ഫോട്ടോകൾ പകർത്തി വെക്കുന്നു. ഇന്നത്തെ കാലത്ത് ആ ഫോട്ടോകൾ പഠനത്തിനും ഓർമ്മയ്ക്കും തെളിവിനും ഉപയോഗിക്കപ്പെടുന്നു. അതിനാൽ ഫോട്ടോഗ്രഫി കാലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു ശക്തമായ കണ്ണിയാണ് എന്ന് പറയാൻ പറ്റും. ചോദ്യം എന്താണ്? ഫോട്ടോഗ്രഫി ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും കൂട്ടിയിണക്കുന്ന കണ്ണിയാണ്. അഭിപ്രായം എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഫോട്ടോഗ്രഫി എന്ന് പറയുമ്പോൾ എന്താണ്? അതിൽ കാഴ്ച മാത്രമല്ല, ആ കാലഘട്ടത്തിൻ്റെ ജീവിത രീതിയും വികാരങ്ങളും സാമൂഹിക സാഹചര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അടുത്തത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, യാത്രാനുഭവമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ വരാം. ഓക്കെ, സ്വന്തമായിട്ട് രീതിയിൽ നിങ്ങളുടെ അനുഭവങ്ങൾ എഴുതാനൊക്കെ ചോദ്യ പേപ്പറിൽ നമുക്ക് കാണാം. മലയാളമാണ്. അപ്പോൾ നിങ്ങളുടെ ഭാവന എത്രത്തോളം ഉണ്ട്, നിങ്ങളുടെ എഴുത്തിൻ്റെ ഒരു രീതി എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവാം. നിങ്ങൾ നടത്തിയ ഒരു രസകരമായ യാത്രാനുഭവം വിവരിക്കൂ. ഞാൻ നടത്തിയ ഏറ്റവും രസകരമായ യാത്ര ഒരു സ്കൂൾ പഠന യാത്രയായിരുന്നു. ഞങ്ങൾ രാവിലെ തന്നെ ബസ്സിൽ പുറപ്പെട്ടു. യാത്രയിലുടനീളം പാട്ടുപാടിയും കളിച്ചും സമയം പോയത് അറിഞ്ഞില്ല.
കുന്നുകളും പുഴകളും കടന്നു പോകുമ്പോൾ പ്രകൃതിയുടെ സൗന്ദര്യം ഞങ്ങളെ ആകർഷിച്ചു. സന്ദർശിച്ച സമയത്ത് പഴയ ചരിത്രാവശിഷ്ടങ്ങൾ കാണാൻ കഴിഞ്ഞു. ഗൈഡ് പറഞ്ഞ കഥകൾ ഏറെ കൗതുകമുണർത്തി. കൂട്ടുകാർക്കൊപ്പം ഭക്ഷണം പങ്കിട്ടത് യാത്രയുടെ മധുര സ്മരണയായി. വൈകുന്നേരം തിരികെ മടങ്ങുമ്പോൾ എല്ലാവരും ക്ഷീണിച്ചിരുന്നു, എങ്കിലും മനസ്സ് സന്തോഷം നിറഞ്ഞതായിരുന്നു. ഈ യാത്ര സൗഹൃദത്തിൻ്റെ മൂല്യവും പ്രകൃതിയുടെ സൗന്ദര്യവും എന്നെ കൂടുതൽ മനസ്സിലാക്കാൻ സഹായിച്ചു. ഓക്കെ, അപ്പോൾ രസകരമായ യാത്രാനുഭവം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതാം. ഇത് വെറും ഒരു മാതൃക മാത്രമാണ്. ഇതിലും രസകരമായിട്ട് നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കിയാലോ. അടുത്ത ചോദ്യം, പ്രവർത്തനം 5. കേരളത്തിൻ്റെ പൊതുജീവിതത്തിൽ ഫോട്ടോകളുടെ പങ്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ്. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഫോട്ടോ ഇല്ലാത്ത ഒരു ദിവസം പോലും ഇല്ലല്ലേ? അപ്പോൾ ആ പ്രസ്താവനയിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒരു ചർച്ചാക്കുറിപ്പ് എഴുതാനാണ്. കേരളത്തിൻ്റെ പൊതുജീവിതത്തിൽ ഫോട്ടോകൾക്ക് വലിയ പങ്കുണ്ട്. സാമൂഹിക പ്രസ്ഥാനങ്ങൾ, സമരങ്ങൾ, സാംസ്കാരിക പരിപാടികൾ, ദുരന്തങ്ങൾ എന്നിവയെല്ലാം ഫോട്ടോകൾ വഴി പൊതുസമൂഹത്തിൽ എത്തുന്നു. പത്രങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും വരുന്ന ഫോട്ടോകൾ പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നു. പ്രളയം പോലുള്ള ദുരന്ത സമയങ്ങളിൽ ഫോട്ടോകൾ ജനങ്ങളെ സഹായത്തിനായി ഉണർത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ നേതാക്കളുടെയും കലാകാരന്മാരുടെയും ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ ഫോട്ടോകൾ ചരിത്രരേഖകളാക്കി മാറ്റുന്നു. ഇങ്ങനെ ഫോട്ടോകൾ കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തിൻ്റെ കണ്ണാടിയായി പ്രവർത്തിക്കുന്നു. അപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും പൊതുജീവിതത്തിൽ ഫോട്ടോ. ചോദ്യം നോക്കാം. മീനും ഞാനും എന്ന ഹ്രസ്വചിത്രം മനുഷ്യരും സഹജീവികളും തമ്മിലുള്ള ബന്ധത്തെ എങ്ങനെ അവതരിപ്പിക്കുന്നു? സിനിമയിലെ ദൃശ്യങ്ങൾ, ശബ്ദങ്ങൾ, കഥാപാത്രങ്ങളുടെ പ്രവൃത്തികൾ എന്നിവയെ അടിസ്ഥാനമാക്കി വിശദമായി വിലയിരുത്തുക. വിലയിരുത്തൽ കുറിപ്പ് എഴുതാനാണ്. മീനും ഞാനും എന്ന ഹ്രസ്വചിത്രത്തെ കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ കുറിപ്പ് എഴുതാനാണ്. അതിൽ മനുഷ്യനും മനുഷ്യൻ്റെ കൂടെ താമസിക്കുന്ന ജീവികൾ, സഹജീവികളും തമ്മിലുള്ള ബന്ധത്തെ വളരെ അഗാധമായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മീനും ഞാനും എന്ന ഹ്രസ്വചിത്രം മനുഷ്യനും കുഞ്ഞു മീനിനും ഇടയിലുള്ള ബന്ധത്തിലൂടെയാണ് സഹജീവി സ്നേഹം അവതരിപ്പിക്കുന്നത്. കാഴ്ച പരിമിതിയുള്ള മനുഷ്യൻ തൻ്റെ പരിമിതികൾ മറന്ന് മീനിനെ പരിപാലിക്കുന്നു. മീൻ അപകടത്തിലാകുന്ന നിമിഷങ്ങൾ അയാളുടെ മാനസിക സംഘർഷം ദൃശ്യങ്ങളിലൂടെ ശക്തമായി പ്രകടമാകുന്നു. ശബ്ദങ്ങൾ, പ്രത്യേകിച്ച് ഫോൺ റിങ്, ആവേശവും ആശങ്കയും വർദ്ധിപ്പിക്കുന്നു. മീൻ്റെ നിസ്സഹായത മനുഷ്യൻ്റെ കരുണയെ ഉണർത്തുന്നു. അവസാനം മീൻ കൈകളിലേക്ക് നീന്തിയെത്തുന്ന ദൃശ്യം പ്രതീക്ഷയുടെയും ജീവിത വിജയത്തിൻ്റെയും പ്രതീകമാണ്. ഈ സിനിമ സഹജീവികളോടുള്ള ഉത്തരവാദിത്ത ബോധം നമ്മിൽ വളർത്തുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. യാത്രാനുഭവങ്ങൾ എഴുത്തായും ചിത്രമായും രേഖപ്പെടുത്തുന്നത് എങ്ങനെ അനുഭവത്തെ കൂടുതൽ സജീവവും രസകരമാക്കുന്നു എന്ന് വിശദീകരിക്കുക. യാത്രാനുഭവങ്ങൾ എഴുതുകയും വരയ്ക്കുകയും ചെയ്യുമ്പോൾ അനുഭവങ്ങൾ കൂടുതൽ ജീവസന്നിഹിതമാകുന്നു. എഴുത്തിലൂടെ അനുഭവങ്ങളുടെ വികാരഭാഗം പ്രകടമാക്കാൻ കഴിയും. ചിത്രങ്ങൾ കാഴ്ചകളുടെ സൗന്ദര്യം നേരിട്ട് കാണിക്കുന്നു. വരകളും നിറങ്ങളും ചേർന്നാൽ സ്ഥലത്തിൻ്റെ അന്തരീക്ഷം വ്യക്തമായി മനസ്സിലാക്കാം. വായനക്കാരനും കാണുന്നവനും യാത്രയിൽ പങ്കുചേരുന്ന അനുഭവം ലഭിക്കുന്നു. രേഖാചിത്രങ്ങൾ പറയാതെ പോയ പല കാര്യങ്ങളും വ്യക്തമാക്കുന്നു. ഇങ്ങനെ എഴുത്തും ചിത്രവും ചേർന്ന യാത്രാനുഭവം ഓർമ്മകളായി മാറും. ഇനി അടുത്ത ചോദ്യം, അന്നും ഇന്നും എന്ന തലക്കെട്ടിൽ പഴയ കാലവും ഇന്നത്തെ കാലവും ചിത്രങ്ങളിലൂടെ താരതമ്യം ചെയ്ത് വിലയിരുത്തുക. മാറ്റങ്ങൾക്ക് കാരണമായ ഘടകങ്ങളും വിശദീകരിക്കുക. ഈ ചോദ്യത്തിന് ചിലപ്പോൾ 2 ചിത്രങ്ങൾ തരാം. ഞാൻ ചിത്രങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മുടെ പാഠഭാഗത്ത് കണ്ടതിന് അന്നത്തെ പണ്ടത്തെ കാലത്തെ ഒരു ചിത്രവും പിന്നെ ഇപ്പോഴത്തെ ചിത്രത്തെ കാലത്തെ ഒരു ചിത്രവും തരാം. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, പഴയ കാലവും ഇന്നത്തെ കാലവും താരതമ്യം ചെയ്ത് എന്താണ് വ്യത്യാസം? ഇതൊരു വിലയിരുത്തൽ കുറിപ്പ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതേണ്ട കാര്യങ്ങളാണ്. ഇതിന് ചിലപ്പോൾ ചിത്രങ്ങൾ ഉണ്ടാവും. ഈ ചോദ്യത്തിന് അതിവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല, ചില സാങ്കേതിക കാരണങ്ങളാൽ. അപ്പം നിങ്ങൾ അങ്ങനത്തെ ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പാഠഭാഗം പഠിച്ചല്ലോ. ആ പാഠഭാഗത്ത് യൂണിറ്റ് 3 പൂത്ത് തിമിർക്കം എന്ന പാഠഭാഗം അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വന്നാൽ 2 ഫോട്ടോകൾ തന്ന് അത് തമ്മിലുള്ള പ്രത്യേകത നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? പഴയകാല ചിത്രങ്ങളും ഇന്നത്തെ ചിത്രങ്ങളും താരതമ്യം ചെയ്യുമ്പോൾ വലിയ മാറ്റങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അല്ലേ?
പഴയ കാലത്ത് എന്താണ്, ലളിതമായ ജീവിതശൈലിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് സാങ്കേതിക പുരോഗതി ജീവിതത്തെ വേഗത്തിലാക്കും. കടകൾ, വസ്ത്രങ്ങൾ, ഗതാഗതം എല്ലാം മാറിയിരിക്കുന്നു. ജനസംഖ്യ വർധനവും നഗരവൽക്കരണവും ഈ മാറ്റങ്ങൾക്ക് കാരണമാണ്. ചിത്രങ്ങൾ ഈ മാറ്റങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തുന്നു. അങ്ങനെ ഫോട്ടോകൾ ചരിത്രത്തിൻ്റെ കണ്ണിയായി പ്രവർത്തിക്കുന്നു. ഫോട്ടോകൾ എപ്പോഴും ചരിത്രത്തിൻ്റെ കണ്ണുകളാണ്. ഇപ്പോൾ നമ്മുടെ കാര്യത്തിൽ തന്നെ എടുത്ത നമ്മുടെ പഴയകാലം 1 വയസ്സോ 2 വയസ്സോ 3 വയസ്സോ ഉള്ള കാലഘട്ടത്തിലെ ഫോട്ടോകൾ എടുത്താൽ നമുക്ക് വളരെയധികം നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യില്ല. പണ്ടത്തെ കാലങ്ങളിലേക്ക് നമ്മൾ പോകും. പല ഓർമ്മകളും നമുക്ക് പല ഓർമ്മകളില്ലെങ്കിലും നമുക്കുമായി ചുറ്റുപ്പെട്ട നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് ആ ഓർമ്മകൾ നമുക്ക് വായിച്ചെടുക്കാം. അപ്പോൾ പഴയകാല ചിത്രങ്ങളും ഇന്നത്തെ ചിത്രങ്ങളും ഒക്കെ വരുമ്പോൾ മാറ്റങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് നമ്മുടെ ചലച്ചിത്രം നമ്മൾ പറഞ്ഞു, ഇറാനിയൻ ചലച്ചിത്രത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ ചലച്ചിത്രം സമൂഹത്തിന്റെ പ്രതിഫലനമാണെന്ന പ്രസ്താവനയുടെ പ്രസക്തി വിശദീകരിച്ച് എഴുതുക. ചലച്ചിത്രം സമൂഹത്തിലെ സംഭവങ്ങളെയും മനുഷ്യജീവിതത്തെയും പ്രതിഫലിക്കുന്ന ഒരു കലാരൂപമാണ്. മനുഷ്യരുടെ സന്തോഷവും വേദനയും സിനിമകളിൽ പ്രതിഫലിക്കുന്നു. സാമൂഹിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ള വേദിയുമാണ് സിനിമ. ദൃശ്യങ്ങളും ശബ്ദങ്ങളും ചേർന്ന് ജീവിതത്തിന്റെ യാഥാർത്ഥ്യം അവതരിപ്പിക്കുന്നു. സിനിമ കാണുന്നവർ സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിതരാകുന്നു. അതിനാൽ ചലച്ചിത്രം സമൂഹ മാറ്റത്തിന് സഹായിക്കുന്ന ശക്തമായൊരു മാധ്യമമാണ്. ചോദ്യം കൂടി നമുക്ക് നോക്കാം. ഈ ഒരു പാഠഭാഗവുമായി പ്രധാനപ്പെട്ട എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫോട്ടോഗ്രാഫിയെ പ്രകാശം കൊണ്ടുള്ള വര എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ പ്രസ്താവനയുടെ അർത്ഥം വിശദീകരിക്കുകയും ഫോട്ടോഗ്രാഫി എങ്ങനെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ രേഖപ്പെടുത്തുന്ന ഒരു ശക്തമായ മാധ്യമമാകുന്നു എന്നും വിശദമായി എഴുതുകയും ചെയ്യുക. ഫോട്ടോഗ്രാഫി വെറും കാഴ്ച പകർത്തലല്ല, പ്രകാശം ഉപയോഗിച്ച് ജീവിതത്തിൻ്റെ സത്യങ്ങളെ വരച്ചു കാട്ടുന്ന ഒരു കലയാണ്. ക്യാമറയുടെ കണ്ണിലൂടെ മനുഷ്യരുടെ വികാരങ്ങളും ജീവിതാവസ്ഥകളും ഒരേ നിമിഷത്തിൽ പകർത്താൻ കഴിയും. ദാരിദ്ര്യം, ദുരിതം, സന്തോഷം, പ്രതീക്ഷ തുടങ്ങിയവ ഫോട്ടോകളിലൂടെ ശക്തമായി പ്രകടമാകുന്നു. പലപ്പോഴും നമ്മൾ കാണാതെ പോകുന്ന സാമൂഹിക പ്രശ്നങ്ങൾ ഫോട്ടോകൾ നമ്മെ രേഖപ്പെടുത്തുന്നു. ചരിത്ര സംഭവങ്ങളെ വരും തലമുറകൾക്കായി സൂക്ഷിക്കാനും ഫോട്ടോഗ്രാഫിക്ക് കഴിയും. ഫോട്ടോകൾ മനുഷ്യൻ്റെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയർത്തുകയും ചിന്ത ഉണർത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫി സമൂഹ മാറ്റത്തിനുള്ള ഒരു ശക്തമായ ഉപാധിയായി മാറുന്നു. അപ്പം നമുക്ക് ഇതുവരെയുള്ള 3 ചോദ്യപേപ്പർ നമ്മൾ ശരിയായിട്ട് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.